ഇതേ കിടപ്പാണ്, അവൾക്ക് പനി മാറിയിട്ടില്ല, നല്ല ചൂടെടുക്കുന്നുണ്ട്. ഇത് മിക്കവാറും ഇന്നോ നാളായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ്. കണക്കിന് അടുപ്പാണ് നാളെ കത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഞാനാണ്. കുക്കിംഗ് പറഞ്ഞാൽ വലിയ സംഭവമില്ല, കഞ്ഞി മാത്രമേ ഉള്ളൂ. സുധിക്ക് വയ്യ, കഞ്ഞിക്ക് അച്ചാറൊന്നുമില്ലെങ്കിലും കഞ്ഞി വെച്ച് കൊടുക്കാം. ഇത്ര ഗ്ലാസ് അരി മതി. എനിക്ക് സുധി കൂടി കഞ്ഞി ഉണ്ടാക്കാണ്ട് ഇത് ഞാൻ കഞ്ഞി ഉണ്ടാക്കൊണ്ട് കഴിയാൻ വേണ്ടി പോകുന്നത്. ഫൈനലി ഗൈസ് അരി ഇട്ടുണ്ട്. അരി ഇട്ടപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. വെള്ളം തിളച്ചിട്ട് അരി ഇട്ടത്. പിന്നെ സുധി കുടിക്കാൻ കുറച്ച് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, അസുഖം മാറാൻ വേണ്ടിയിട്ട്. കുറേ നേരമായി ഗൈസ് ചോറ് തിളയ്ക്കുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. തിളച്ചൊന്ന് കുറഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ സുധിക്ക് കൊടുക്കാൻ വെച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ തിളയ്ക്കേണ്ടത് ഗൈസ് ചോറ് തിളച്ചു തുടങ്ങി. ഇതേ സമയം കിച്ചു വന്നു. ഞാൻ കിച്ചുവിന് കുറച്ച് രാവിലെ ഉണ്ടാക്കിയ പുട്ടും പിന്നെ കുറച്ച് തട്ടിക്കൂട്ടി മറ്റേ മിഞ്ഞാന്ന് അതിന് മുമ്പ് വെച്ചൊരു ഗ്രേവി ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് അവന് കുഴച്ച് കൊടുത്ത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കേസ് സുധിക്ക് ഞാൻ കഞ്ഞി ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി കഞ്ഞി ചട്ടി ഇരിപ്പുണ്ട്. സുധി ഇത് കുടിച്ചിട്ട് വേണം ബാക്കി കഞ്ഞി രാത്രി കുടിക്കാനായിട്ട്. ഇത് കുടിക്കാൻ അതിന് ശേഷം കുടിക്കാൻ വേണ്ടി പോകണം. ഞാൻ കുടിക്കോളൂ, സുധി കുടിക്കൂല. ഇത്രയും കഞ്ഞി ബാക്കി തീരെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം